योर एक्सेलेंसी और मेरी छोटी बहन प्रधानमंत्री ताकाइची जी ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററിനെ വിശേഷിപ്പിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. മേരി ചോട്ടി ബഹൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ കുഞ്ഞനുജത്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹം അവരെ വിശേഷിപ്പിച്ചത്. അപൂർവമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താറുള്ളത്. ഇപ്പോൾ ട്രംപിനെ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, UAE പ്രസിഡന്റിനെ മൈ ബ്രദർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ ഈ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ അവർ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം മാത്രമല്ല ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ്. സോ തക്കൈച്ചി എന്നാട്ടോ അവരുടെ പേര്. അപ്പോൾ ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. സോ ഇന്ത്യയിലേക്ക് എത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ജപ്പാൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം വാർത്താ സമ്മേളനത്തിലാണ് എൻ്റെ കുഞ്ഞനുജത്തി എന്ന് മോദി വിശേഷിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു നടന്നത്. ആഗോളതലത്തിലുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളെയും സംരക്ഷിക്കുക എന്നതിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ സെമി കണ്ടക്ടർ വിതരണ ശൃംഖലകൾ നിർമ്മിക്കുവാനും നിർണായകവും അത്യാധുനികവുമായ സാങ്കേതിക വിദ്യകൾ സംയുക്തമായി വികസിപ്പിക്കുവാനും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ അന്തിമമാക്കിയിട്ടുണ്ട്. അപൂർവ ധാതുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുരോഗതി പ്രാപിച്ച ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ട് സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിനായിട്ടുള്ള സംയുക്ത പ്രഖ്യാപനവും രണ്ട് നേതാക്കളും പുറത്തിറക്കി. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 10 ട്രില്യൺ യെൻ നിക്ഷേപിക്കാനാണ് ജപ്പാൻ പദ്ധതിയിടുന്നത്. ഏകദേശം $68 ബില്യൺ. ഈ ഒരു ലക്ഷ്യത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഹരിത ഊർജം, ക്രോസ് ബോർഡർ ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിലൂന്നി ഈ നിക്ഷേപ പദ്ധതിയുമായിട്ട് ജപ്പാൻ മുന്നോട്ട് പോവുകയാണ്. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് ചർച്ചകളിൽ വലിയ പ്രാധാന്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ചേർന്ന് പോകുന്ന രീതിയിലുള്ള പ്രതിരോധ സഹകരണത്തിനാണ് ഊന്നൽ നൽകിയത്. നാവിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സംയുക്ത പ്രതിരോധ ഉൽപാദനം ശക്തമാക്കാൻ രണ്ട് നേതാക്കളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജപ്പാൻ ബന്ധം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഓൾറെഡി നിരവധി മേഖലകളിൽ നമ്മൾ ജപ്പാനുമായി സഹകരിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വലിയൊരു പങ്ക് ജപ്പാനിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ എന്ന് പറയുന്നത്. സോ ജപ്പാനിൽ നിന്ന് അതുപോലെ മൗറീഷ്യസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്കണോമിയെ വളരെയധികം ശക്തിപ്പെടുത്തുകയും ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് പവറാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവയ്ക്കുകയും ചെയ്യും. ഇന്ത്യയും ജപ്പാനും തമ്മിൽ ചരിത്രപരമായി തന്നെ വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബന്ധം. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ ബുദ്ധിസത്തിന് ആഴത്തിൽ വേരുകളുള്ള ഒരു നാടാണ് ഈ ജപ്പാൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയുമായിട്ട് ആ ഒരു കൾച്ചറൽ ബോണ്ട് കൂടി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഫാമിലി ഒരു ബുദ്ധിസ്റ്റ് ഫാമിലിയാണ്. സോ ഈ പ്രധാനമന്ത്രിയുടെ വിശ്വാസങ്ങൾ എന്താണെന്നുള്ളത് വളരെ സ്വകാര്യമാണ്, നമുക്കറിയില്ല. പക്ഷെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു ബുദ്ധിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറൽ ബോണ്ടിന് വലിയ പ്രാധാന്യം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നൽകുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിട്ട് ഇന്ത്യ ജപ്പാൻ ബന്ധം മാറുകയാണ്. ആത്മീയവും സാംസ്കാരികവുമായ പുരാതന ബന്ധങ്ങളിൽ തുടങ്ങി ഇന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും എത്തി നിൽക്കുന്ന ഈ സൗഹൃദം ഏഷ്യ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒന്ന് തന്നെയാണ്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി തക്കൈച്ചിയുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനം വലിയ രീതിയിൽ വിജയമാണ് എന്ന് പറയാതെ വയ്യ. ന്യൂഡൽഹിയിൽ നടന്ന 16ാമത്തെ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയും ഈ സൗഹൃദത്തെ അടുത്ത ദശാബ്ദത്തിലേക്ക് നയിക്കാനുള്ള ശക്തമായ ഒരു അടിത്തറയായിട്ട് മാറിയിരിക്കുകയാണ്. ഒപ്പം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനത്തിൽ ഒരു പ്രധാന പങ്കാളിയായിട്ട് തുടർന്നും ജപ്പാൻ ഉണ്ടാവും. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ആയിക്കോട്ടെ, അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനമായിക്കോട്ടെ, ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായിട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കാനുള്ള റോഡ് റെയിൽ പദ്ധതികളായിക്കോട്ടെ, ഇതിലെല്ലാം ഒരു വലിയ പങ്ക് വഹിക്കാൻ ജപ്പാൻ തയ്യാറാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.